ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും പഠിച്ചാൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ സിഫാത്തുകള് മൂന്നേ രണ്ട് അറിഞ്ഞ്. ഒന്ന് ഐനുദാത്തായ സിഫാത്തുകളുണ്ട്, പിന്നെ വൈറായ സിഫാത്തുകളുണ്ട്. ഐനു വൈറ അല്ല, വൈറല്ല എന്ന് പറഞ്ഞാൽ ഇൻഫിസാലില്ല എന്നുള്ള അർത്ഥമുള്ളൂ. ഐനുദാത്തായ സിഫാത്ത് മൗജൂദിനെ അങ്ങനെയാക്കാം. വൈറുദാത്തായ സിഫാത്തില് ഖാലിഖ് റാസിഖ് അതെന്തല്ല, ഐനുദാത്ത് എന്നും പറയണ്ട, വൈറാണ്. പിന്നെ ആലിമ് ആ 7 സിഫാത്തുകള് എന്താണ്? ആലിമൻ ഖാദിർ എന്ന സിഫാത്തുകള് ലാഹുവ വല ഗൈറുഹു എന്നാണ് അവർ പറയുന്നത്. പിന്നെപ്പോ നമ്മളിപ്പോ മൗജൂദ് പറഞ്ഞു, 20 സിഫാത്തുകൾ മൗജൂദ് പറഞ്ഞു, പിന്നെ 7 സിഫാത്തും പറഞ്ഞു അല്ലേ? പിന്നെ ഇൽമും ഖുദ്റത്ത് അവിടെ 7 14 കൂട്ടാൻ നമുക്ക്. പിന്നെ മൗജൂദും അപ്പൊ എത്രയായി? 14 1 15. 14. പിന്നെ 14 പുറമെ ബാക്കി 6 സിഫാത്താണ് ഇവിടെ വേണ്ടത്. അതില് ഒന്ന് മൗജൂദാണ്. പിന്നെ ഖദീമ് അല്ലാഹു മൗജൂദും ഖദീമ് ബാക്കി അതൊക്കെ യഥാർത്ഥത്തിൽ സൽബിയായ സിഫത്താണ്. അവിടെ വുജൂദിയായ ഹഖീഖിയായ സിഫത്ത് അല്ല. കാരണം ഖദീമ് എന്ന് പറഞ്ഞാല് എന്താർത്ഥം? പണ്ടേ ഉള്ളവെന്ന് പറഞ്ഞാൽ അതൊരു പുതുതായവൻ അല്ല എന്നുള്ള, അതുപോലെ ഹുദൂസാണ് അവിടെ യഥാർത്ഥത്തിലുള്ളത്, ഒരു സംഭവമല്ല. ഇൽമ് എന്ന് പറയുമ്പോൾ ഇൽമ് എന്നൊരു സംഭവമുണ്ട്, വുജൂദിയായ ഒരു സംഭവമുണ്ട്. ഖദീമാരുടെ ഖിദമാരുടെ സംഭവമല്ല. പിന്നെന്താണ് അവിടെ? അതുമുൽ ഹാദിസ്, അതുമുൽ ഹുദൂസ്. എന്തില്ലാന്ന്? ഹുദൂസില്ല. അവിടെ ഇല്ലായ്മയാണ്. ഇല്ലായ്മ ഒരു സാധനമല്ല. ഇല്ലായ്മ വുജൂദായ സാധനം, മൗജൂദായ ഒരു സാധനമല്ല. ഹഖീഖിയായ മൗജൂദില്ല അവിടെ. സിഫാത്തുകൾ നമുക്ക് വേണമെങ്കിൽ 3 ഇനാക്കാം. സിഫാത്തു ദാത്ത്, സിഫാത്തുൽ അഫ്ആല്, സിഫാത്തു സൽബ്. ഇതൊന്നും എഴുതി വെക്കണ്ട, ഞാൻ പറയുന്നതൊന്നും എഴുതി വെക്കണ്ട. പിന്നീട് എഴുതി റെഡിയാക്കും വേണ്ട, ആ ഓർമ്മക്കും വേണ്ട. അങ്ങനെ പൊട്ടന്നെ പോയി അങ്ങനെ നടന്നാൽ മതി. സിഫാത്തു അവിടെ സിഫാത്തു ദാത്ത് പിന്നെ മൗജൂദ് തന്നെയാണ്. സിഫാത്തു ദാത്ത് മൗജൂദ്, സിഫാത്തു ദാത്ത് പറഞ്ഞാല് അതാണ് ആലിമ് ഖാദിർ. ആ 7 സിഫാത്തുകൾ ഉണ്ട്. സിഫാത്തു ദാത്ത്. പിന്നെ സിഫാത്തുൽ, അത് 7 14 വേണമെങ്കിൽ പറയാം. സിഫാത്തുൽ അഫ്ആല്, സിഫാത്തു ദാത്ത് 2, സിഫാത്തുൽ അഫ്ആല്. സിഫാത്തുൽ അഫ്ആൽ പെട്ടതാണ് ഖാലിഖ് റാസിഖ് ഒക്കെ. അത് അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ്, അല്ലാതെ ഒരു അവിടെ ദാത്തിലുള്ളതായ ഒരു സിഫത്തല്ല. അതാണ് വൈറാണെന്ന് പറയുന്നത്. മനസ്സിലായ? പിന്നെ സിഫാത്തു സൽബാണ്. യഥാർത്ഥത്തിൽ അതൊരു മൗജൂദായ ഹഖീഖിയായ ഒരു സിഫത്ത് ആവൂല, മറിച്ച് അവിടൊക്കെ നിഷേധമായിരിക്കും. അതാണ് ആദ്യത്തെ മൗജൂദ് കഴിഞ്ഞാലുള്ള 6 എണ്ണം. ഖദീമിൽ ഇപ്പൊ എന്തില്ല എന്നതിന്റെ അർത്ഥം? ഹദീസല്ല എന്നാ. പിന്നെന്താ? മൗജൂദും ഖദീം. ബാക്കിന്റെ അർത്ഥം എന്താ? ഫാനി അല്ല എന്നാ. അത് മുൽഫനാണ് അവിടെ യഥാർത്ഥത്തിൽ. അവിടെ ഒരു വുജൂദില്ല, സംഭവമില്ല. പിന്നെന്താ ഉള്ളത്? അവിടെ ഒരു അള്ളാഹുവിന് പാടില്ലാത്ത സിഫത്തിനെ എന്താക്കാണ് പറയാണ്? എന്ത്? അവിടെ ആ പാടില്ലാത്ത സിഫത്തിനെ പറയുന്നത്. നമ്മള് അതിനെ ഓപ്പോസിറ്റ് എടുത്ത് കാണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ബാക്കി എന്ന് പറഞ്ഞാൽ എന്തില്ല? നാശമില്ല എന്നർത്ഥം. ഭാവിയില് നാശമില്ല. ബാണ് ഖദീം പറഞ്ഞാല് പിന്നീട് പുതുതായതല്ല, ഹദീസ് അല്ലാത്തവനാണ്. അപ്പൊ അതുമാണ് അവിടെ. അതും ഒരു സാധനമല്ലല്ല, ഇല്ലായ്മ പറഞ്ഞത് ഒരു ഉള്ള സാധനമല്ലല്ല. പിന്നെന്താ ബാക്കി? പിന്നെന്താ? അവിടെ എന്താണ്? അതുമുൽ മുമാസലത്താണ്. എന്താ? അവൻക്ക് ഇല്ലാത്ത സിഫാത്തുകള്, അവൻക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകളാണ് അവിടെ പറയുന്നത്. അതുമുൽ മുമാസലത്താണ്, അതൊരു മൗജൂദായ സിഫത്തല്ല. 3. പിന്നെന്താ? ഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ് വ ഖായിമുൻ ഗനി. അത് രണ്ടും കൂടെ ഒന്നായിരിക്കും. സ്വയം നിലനിൽപ്പ് പറഞ്ഞാല് മറ്റൊരാളിലേക്ക് ആവശ്യമാവലില്ല.
അതുമുൽ ഇഫ്തിഖാറാണ് അവിടെ. ഇത് മറ്റൊരാളിലേക്ക് ആവശ്യമാക എന്നത് ഇല്ല. അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചൊരു അർശിലേക്കോ സ്ഥലത്തിലേക്കോ ആകാശത്തിലേക്കൊന്നും അവൻ ആവശ്യമായി സ്പേസിലേക്കൊന്നും ആവശ്യമില്ലാത്തവനാണ്. അതുമുൽ മുവാഫഖ മുഖാലഫത്ത് അതുമുൽ അല്ല, അതെന്താ കായിമ അതുമുൽ ഇഫ്തിഖാർ കായിമൻ. പിന്നെന്താ വാഹിദ് ഉണ്ട് അല്ലേ? വാഹിദ് പറഞ്ഞ എണ്ണമില്ല എന്ന് തന്നെ. അത് മുത്തഅദ്ദിദാണ് അവിടെ. പിന്നെന്താ ഇഞ്ഞുണ്ടാ അത് പിന്നെ നമ്മള് പറയപ്പെട്ട സിഫത്തിൽ പെടും. അപ്പൊ സിഫാത്തിൽ ഇപ്പൊ ഞാൻ 3 ഇനമാക്കി. 20 സിഫത്ത് മൊത്തം സിഫാത്തുകളാണ്. സൽബിയായ സിഫത്തും ദാത്തിയായ സിഫത്തും അഫ്ആലിയായ സിഫത്തും. പിന്നെ വഇന്നമാ ഖാല മുസന്നിഫ് പറഞ്ഞു ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു. വലം യഖുൽ ബില്ലാഹി എന്ന് പറഞ്ഞില്ല. അള്ളാഹുവിനെ കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന്. തബറുക്കിനാണെന്ന് വെക്കല്ലേ നമ്മള്. അതുപോലെ ആവലും സഹായം തേടലൊക്കെ ബിദിക്രിസ്മി. എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്? അള്ളാന്റെ പേര് പറയൽ കൊണ്ടാണ് നടക്കുന്നത്. അതെ, എന്ത് ഇസ്തിആനത്ത്? ശറഈയായ ഇസ്തിആനത്ത്. അള്ളാഹുവിന്റെ പേര് പറയാതെ എന്ത് പൂർണ്ണമാകൂല. ആ പ്രവൃത്തി പൂർണ്ണത കിട്ടൂല, ബർക്കത്തുണ്ടാവൂല. അപ്പൊ അത് ആന്നൽക്ക് ശറഈയായ തമാമ് കിട്ടണില്ല. അപ്പൊ അതിനെ അള്ളാഹുവിനോട് എന്താക്കുന്നു? ആ തമാം കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ നാമം ബർക്കത്തെടുത്തുകൊണ്ടുള്ള സഹായത്തേട്ടം നടത്തുന്നു എന്നാണ്. അത് അള്ളാഹിന്റെ പേര് കൊണ്ടാണ് കിട്ടുന്നത്. അപ്പൊ അതാണ് പേരിനെ പറഞ്ഞത്. പേന തരോ? ഇല്ല. പേനോ ഫമൻകാല ഹീന ശുറൂഇ ഫിൽ ഖിറാഅ ബിസ്മില്ലാഹു ബില്ലാഹി യസ്തുഖാല അന്ന മുലാബിസ് ബിസ്മില്ലാഹി അലാ വജ്ഹി തബറുകി وكذا الاستعانة إنما تكون بذكر اسمه إما بخصوصه وعلى وجه الإطلاق ولكن هذا الوجه في تحصيل مولى تعظيمة لأن خاتم كلمة من الملاسم. അടിമക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്ന അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ്. ഔമിനൽ ഇസ്തിആനത്ത് ബിദാത്ത് ഇന്നമാ തകൂനു ബിദിക്രി. അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ബന്ധപ്പെടലേ സാധിക്കുള്ളൂ. സഹായം തേടലും അങ്ങനെ തന്നെ സാധിക്കുള്ളൂ. ഔലി ലിൽ ഫർഖി ബൈനൽ യമീനി വത്തയമ്മും. അല്ലെങ്കിൽ എന്തിനാണ് പേര് പറഞ്ഞത്? എന്തിനു വേണ്ടി? ഫർക്ക് ചെയ്യാൻ വേണ്ടി. എന്താണ്? വലം യഖുൽ ബില്ലാഹി ലിഅന്ന തബറക കത്ഫ. ബിസ്മില്ലാ എന്ന് പറഞ്ഞു, വലം യഖുൽ ബില്ലാ എന്ന് പറഞ്ഞില്ല. ലിഅന്ന തബറക ഔലി ലിൽ ഫർഖി. മറ്റേ ഇല്ലത്തുകൾ രണ്ടാമത്തെ ഇല്ലത്താണ്. യമീന് സത്യത്തിന്റെയും തയമ്മുന് ബറക്കത്തെടുക്കലിന്റെ ഇടയിൽ വ്യത്യാസമാക്കാൻ വേണ്ടി. ബില്ലാഹി എന്ന് പറയുമ്പോ അള്ളാഹുവിനെ സത്യം ചെയ്യുന്നു എന്നാണ് തോന്നിപ്പോകും. ബില്ലാഹി എന്ന് പറയുമ്പോഴേ അള്ളാഹുവിനെ കൂടെ സത്യം ചെയ്യാന്നെന്ന് തോന്നിപ്പോ. അപ്പൊ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു. തയമ്മുന് പറഞ്ഞാൽ ബറക്കത്തെടുക്കുക. ബറക്കത്തെടുക്കലും സത്യം ചെയ്യലും തമ്മിൽ വ്യത്യാസമാക്കാൻ വേണ്ടി ഇത്, അതായത് ഇതെന്താണോ എന്ന് സംശയാകും. ബില്ലാഹി എന്ന് പറയുമ്പോ ബർക്കത്തെടുക്കാനാണോ അല്ല സത്യത്തിനാണോ എന്ന് രണ്ടിന് എത്തിമാനുള്ള പദം പറയണ്ടാക്കിട്ട് എന്ത് പറഞ്ഞതാണ്? ഇത് ബർക്കത്തെടുക്കലാണ് എന്ന് ഉറപ്പുള്ള പദം പറഞ്ഞതാണ്. പിന്നെ വലം അതാ പറഞ്ഞില്ല. യമീന അറിഞ്ഞ സത്യം ചെയ്യല്, തയമ്മുന അറിഞ്ഞ ബർക്കത്തെടുക്കും. വലം തുക്തബിൽ അലിഫു, അലിഫിന് എഴുതപ്പെട്ടില്ല. അലാമ ഒന്നിന്റെ മേലിൽ അതാകുന്നത്, ആ ഒന്നാകുന്നത്. വലഹുൽ ഖത്തി എഴുത്തിന്റെ വപ്പാണ്, അലിഫ് എഴുതലാണ്. ആ എഴുത്തില വായിക്കുമ്പോൾ വായിക്കണില്ലെങ്കിലും അലിഫ് എഴുതേണ്ടതായിരുന്നു.
എന്തുകൊണ്ട് കസുറത്തിൽ ഇസ്തിഅമാലി ഉപയോഗം വർദ്ധി ഉപയോഗം വർദ്ധിച്ചതിന് വേണ്ടി ആ എന്താ അതുകൊണ്ടാണ് ഒരു കാരണം. പിന്നെ അലിഫ് യഥാർത്ഥ അത് എഴുതുമ്പോഴൊക്കെ എഴുത്തിനുള്ള ഉപയോഗമായിരിക്കും ഉദ്ദേശം. എഴുതുമ്പോഴൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എഴുതുമ്പോൾ കുറച്ച് പണിയല്ല. അപ്പൊ വേണ്ട വിസ്മീന്നാണ്ട് എഴുതിയാൽ മതില്ല. അപ്പൊ തുവിലത്തിൽ ബായിനെ നീട്ടപ്പെട്ടു ഇവളൻ അതിനെ തൊട്ട് പകരമായിട്ട്. എഴുത്തേര് പറഞ്ഞ പകരല്ല എന്നല്ലേ എന്നല്ല ഹത്തും നസുഖിന്റെ ആള് പറഞ്ഞിന് പകരൊന്നല്ല, അത് അതിന്റെ എഴുത്ത് ശൈലിയാണെന്ന്. ആ പിന്നെ വല്ലാഹു അല്ലാഹു എന്നത് അസുലുഹു അതിന്റെ അസുല് ഇലാഹുൻ ഇലാഹാണ്. ചില കിതാബില് അൽ ഇലാഹാണ് എന്നുണ്ട്. അതല്ല, ഇങ്ങനെ തന്നെ പറയാൻ നല്ലത് ഇലാഹുൻ. ആ ഫൗദിഫത്തിൽ ഹംസത്തു ഈ എന്ന് പറഞ്ഞ ഹംസനെ കളയപ്പെട്ടു. വല്ലാമു അലിഫുലാമിനെ പകരമാക്കപ്പെട്ടു. വലിദാലിക ഖീല യാ അല്ലാഹ്. അത് വായിക്കാൻ കിട്ടിയില്ല അല്ലേ? കൂടി ബിൽ ഖത്ഈന്ന് അവിടെ ഉണ്ടല്ല. എങ്ങനെ പറയപ്പെട്ടു? യാ അല്ലാഹ് എന്ന് പറയപ്പെട്ടു. അതെന്താ അങ്ങനെ പറയണ്? യാ അലിഫ്ലാമാണ്. അതായത് ഈ കളയപ്പെട്ട ഹംസന്റെ പകരത്തിലുള്ള അലിഫ്ലാമാണല്ല. ഭൗതിപ്പത്തിൽ ഹംസത്തോ ഇസ്മിന്റെ ഹംസനെ കളഞ്ഞിട്ട് ഇലാഹിലെ ആ ഹംസനെ കളഞ്ഞിട്ട് ഇസ്മല്ല, ഇലാഹിലെ ഹംസനെ കളഞ്ഞിട്ട് അൽ എന്ന അലിഫ്ലാമ് പകരം കൊടുത്തതാണ്. അപ്പൊ പിന്നെ അത് വസലിന്റെ അലിഫാക്കില്ല. സാധാരണ അലിഫ്ലാമൊക്കെ വസലിന്റെ അലിഫാക്കലാണ് പൊതുവെ. അൽ ഖമർ വൽ ഖമർ വശംസ് അല്ലെ, എൽ ഖമർ അങ്ങനൊക്കെ പറയല്ല. പക്ഷെ യാ യല്ലാഹു എന്നല്ല പറയല്. എന്താ പറയല്? യാ അല്ലാഹ്. അതെന്തുകൊണ്ടാണ്? വലിദാലിക ഖീല യാ അല്ലാഹ്. ഇത് പകരത്തിൽ വന്നതായത് കൊണ്ടാണ്. മനസ്സിലായ? അതൊക്കെ പറയുന്നു. ഇവിടെ 4 അഭിപ്രായമാണ് മുസ്ലിം പറയാൻ പോകുന്നത്. ഒന്ന്, ഇലാഹ് അല്ലാഹു എന്നത് ഇസ്മുൻ അറബിയ്യുൻ മുഷ്തഖുൻ സ്വറ അലമൻ ബിൽ ഗലബ ലിൽ മഅബൂദ് ബിഹഖിൽ ആയത്തുൽ ഖലബൈരിഹി. ഒന്ന് അത് പിടിച്ചതാണ്, ഇങ്ങോട്ട് പിന്നീട് എന്തായതാണ് അൽ ഇലാഹ്. അപ്പൊ അൽ ഇലാഹ് പറഞ്ഞ മുറഫായ ഇലാഹല്ല, ഇലാഹിലെ അല്ല് കൊടുത്ത് മരിഫാക്കപ്പെട്ടതല്ലേ. അപ്പൊ അത് എന്താണ് ഇപ്പൊ എന്തായി? അപ്പൊ മുസ്തഖ് തന്നെയാണ്, മറ്റൊന്നിന്ന് പിടിച്ചതാണ്. പിന്നീട് അത് ഒലബത്ത് കൊണ്ട് അലമാക്കി മാറ്റി. നേരപ്പ അൽ ഇലാഹ് പറഞ്ഞ അൽ ഖമർ എന്നൊക്കെ പറഞ്ഞ മാതിരി ജിൻസിന്റെ അലിഫ്ലാമാകുമ്പോ വർഗത്തിന്റെ പേരാകും, അലമാകൂല. വർഗത്തിനെ പറ്റി അൽ ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ. അപ്പൊ അൽ ഇലാഹ് അൽ മഅബൂദ് എന്നർത്ഥം. ഏത് ആരാധിക്കപ്പെടുന്നവൻക്കും അൽ ജിൻസാണല്ല, അലിഫ്ലാം ജിൻസില്ലാന്ന് വെക്കുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ എന്താണ്? അങ്ങനെയാണെങ്കിൽ അത് ഒലബത്ത് കൊണ്ട് എന്തായി പോയിട്ടുണ്ട്? അലമായി മാറിയിട്ടുണ്ട്. മുസ്തഖാണെങ്കിലും അതിപ്പോൾ എന്തായിട്ടുണ്ട്? അലമായി മാറിയിട്ടുണ്ട്. അൽബൈത്ത് പോലെ കഅബ ശരീഫ് അലമാക്കി മാറ്റിയതുപോലെ അൽബൈത്ത് കഅബന്റെ അലമായി മാറിയിട്ടുണ്ട്.
വക്കീല അലമുൽ ലിദാത്തിൽ മഖ്സൂസ. ചിലര് പറഞ്ഞത് ഇനി പറയുന്നുണ്ട് എന്താണ് അത് നേരെ അലം തന്നെയാണ്, അസിലില്ല, ഇഷ്തിഖാഖുല്ല, മറിച്ച് തുടക്കത്തിൽ തന്നെ ആ ദാത്തിന് അല്ലാഹ് അല്ലാഹ് അല്ലേ ലാമ ആ ദാത്തിന് വെക്കപ്പെട്ട തുടക്കത്തിൽ തന്നെ വെക്കപ്പെട്ട ഒറ്റൊന്നിന് പിടിച്ചതൊന്നല്ല. എന്താണ് അല്ലാഹ് എന്നൊരു പദം ആ ദാത്തിന് വെച്ച എന്താണ് അലമാണ്. അങ്ങനെയാണ് രണ്ടഭിപ്രായം. വഖദ ദഹബ ഇലൈൽ ഖലീൽ, ഇമാം ഖലീൽ, സജ്ജാജ് അവരൊക്കെ അതിലേക്കാ പോയത്. വഖ്താറുൽ ഇമാമു, ഇമാമാരാ ഇമാം റാസിയാണ്, ഇമാം അതിനെ മുഖ്താറാക്കി. വനസബയില സീബവൈഹി വൽ ഉസൂലിയന, സീബവൈഹിക്കാണ് എന്താ അഭിപ്രായം, അലമാണത്. ഉസൂലി പണ്ഡിതന്മാരും ഉസൂലിൽ ഫിഖ്ഹായിരിക്കും അല്ലെങ്കിൽ വൽ ഫുഖഹായി, ഫുഖഹാക്കളും അങ്ങനെ തന്നെ. ഖുദമാ ഫലാസിഫ, പുതിയ ഫിലോസഫിക്കാരായ പയർ അങ്കറു അയക്കുനില്ലാഹി ബിഅസ്ലിദാത്തി ഇസ്മുൻ. രണ്ടഭിപ്രായട്ടെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാഭിപ്രായം അന്നഹു വസ്ഫുൻ ഫി അസ്ലിഹി ലാകിന്നു ലമ്മാ വലിബാലി ബിഅസ്ലിൽ ഫസാറ കലാ മിസ്ല സുറയ്യ അജറ മജറ ഫി അസ്ലിൽ. ഈ പറഞ്ഞതല്ല പറയട്ടെ. പിന്നെ ഇല്ലാ അന്നഹു എങ്കിലും അത് യഖ്തസ്സു ബിൽ മഅബൂദിൽ ഹഖ്, അത് എന്തുകൊണ്ട് ഖാസാണ്, ഹഖായ മഅബൂദ് കൊണ്ട് അല്ലാഹു ഖാസാണ്. അത് കഴിഞ്ഞു. വൽ ഇലാഹു ഫി അസ്ലിഹി ലികുല്ലി മഅബൂദിൻ, ഇലാഹ് എന്നത് അതിന്റെ അസ്ലില് എല്ലാ മഅബൂദിനും പറയാം. സുമ്മ ഖുലിബ അലൽ മഅബൂദി ബിഹഖ്, ഹഖ് കൊണ്ടുള്ള മഅബൂദിന് പിന്നെ ഗലബത്താക്കപ്പെട്ടതാണ്, വികൽപ്പിക്കപ്പെട്ടതാണ്. ഇസ്തിഖാഖുഹു മിൻ ഇലാഹി മിൻ അലിഹൈക്കാരല്ലേ, അലിഹ എന്ന പദത്തിൽ നിന്നാണ്. അലിഹ പിന്നെന്താ മിൻ ഇലാഹിൻ ആലിഹത്ത് എന്നല്ലല്ലോ, ഇങ്ങനെ അർത്ഥത്തിട്ടുക്കണോ? അലിഹ ആലിഹത്തൻ, അലിഹ എന്നത് മാലി, ആലിഹത്ത് എന്ന് പറഞ്ഞത് അതിന്റെ മസ്തറായിരിക്കും. മിൻ അലിഹ ആലിഹത്തൻ വ ഉലൂഹത്തൻ വ ഉലൂഹിയത്തൻ, അതൊക്കെ മൂന്ന് മസ്തറുകളാണ് അലിഹന്റെ. മാന അബിദ, അലിഹ പറഞ്ഞ ആരാധിച്ചു. അപ്പൊ ആരാധിക്കലിനാണ്. ഇപ്പൊ ആലിഹത്തൻ, ഉലൂഹത്തൻ, ഉലൂഹിയത്ത് എന്നൊക്കെ പറഞ്ഞ എന്താണ്, അബിദ ഉബൂദത്ത് എന്ന് പറഞ്ഞ അർത്ഥം ആരാധിക്കൽ, ആരാധിച്ചു എന്ന പദം. വമിൻഹു അതിൽപ്പെട്ടതാണ് ഈ അബിദന്റെ വയനാക്കുള്ള അലിഹയിൽ പെട്ടതാണ് തഅല്ലഹ വസ്തഇലഹ, തഅല്ലഹ വസ്തഇലഹ എന്ന് പറയല്. എന്ത് അതിൽപ്പെട്ടതാണ്, ഈ അബിദയിൽ നിന്ന് വരുന്ന പദത്തിൽപ്പെട്ടതാണ്. അബിദ പറഞ്ഞാല് വിനയത്തോടെ ആണ് ആരാധന ചെയ്യുന്നതിനുള്ള അബിദ എന്ന് പറഞ്ഞു. തഅല്ലഹക്കും ഇസ്തഇലഹക്കും അങ്ങനെ ഒരർത്ഥം ഉണ്ടാവും. അതെ, തഅബ്ബദ ഇസ്തഅബ്ബദ എന്നുള്ള അർത്ഥത്തിന് ആരാധനയുടെ അർത്ഥം തന്നെ. പിന്നെ പറയപ്പെട്ടു മിൻ അലിഹ ഇദാ തഹയ്യറ, അതുകൊണ്ട് കൂട്ടി വയ്ക്കുമ്പോഴാണ് അതിന്റെ ഉദ്ദേശം. പരിഭ്രമിച്ചാലുള്ള അലിഹയിൽ നിന്നാണെന്ന് പറയപ്പെട്ടു.
തന്നെ എന്താ അപ്പൊ പരിഭ്രമിച്ചാലുള്ള അലിഹയിൽ നിന്നാണ് എന്നൊരു കീല. നമ്മൾ ആദ്യം മൂപ്പര് സമ്മതിച്ച അഭിപ്രായം കീലല്ലാതെ പറഞ്ഞത് അബിദയിൽ നിന്നുള്ളതാണ് തന്നെ കേട്ടാ. അപ്പൊ മനസ്സിലായി ഇലാഹിന്റെ അർത്ഥം മഅബൂദ് എന്നാണ്. അല്ലാതെ എന്തല്ല നേർച്ചക്കാരെന്നോ സഹായം തേടപ്പെടുന്നതോ ഒന്നൊന്നല്ല. എന്താണ് ആരാധിക്കപ്പെടുന്നവനാണ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാല് ആരാധിക്കപ്പെടുന്നവനില്ല എന്നാണ്, അള്ളാഹു അല്ലാതെ. അല്ലാതെ ചിലരാൾക്കാർ പറഞ്ഞ അതില് സഹായം തേടാൻ വേറെ ആരുമില്ല, ഭൗതിക സഹായം തേടാൻ വേറെ ആരുമില്ല എന്നൊന്നല്ല. അബിദയിൽ നിന്നാണെന്ന് പറയുമ്പോ അത് പൊളിഞ്ഞി. മനസ്സിലായ? ഇനി വേണമെങ്കിൽ പരിഭ്രമിച്ചു എന്ന അർത്ഥത്തിന് വെക്കാം. അങ്ങനെ ഒരു കീല കൂല. ഈ വഹാബികള് ബൈലാബി ഇമാമിന്റെ കീലകൾ എടുത്തൊന്ന് കണ്ട് ഓർക്ക് അനുകൂലാക്കി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ മൂപ്പര് അംഗീകരിച്ചു കണ്ട് അവിടെ പറഞ്ഞ അഭിപ്രായം അബിദയാണ്. ഇബാദത്ത് ചെയ്യാൻ വേറെ ആരുമില്ല എന്നാണ് അർത്ഥം. അല്ലാതെ സഹായം തേടാൻ വേറെ ആരുമില്ല എന്നല്ല, അഭയം തേടാൻ വേറെ ആരുമില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഭൗതികവും അഭൗതികത്തിലൊക്കെ അഭയം തേടാൻ അല്ലെന്നെ ഉള്ളൂ. അല്ല അങ്ങനെയാണെങ്കിൽ അലിഹക്ക് എന്തർത്ഥം കിട്ടണം? അഭൗതികമായ നിലയ്ക്ക് സഹായം തേടാനല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ ഒരു അർത്ഥം മൈലാവിമാവ് പറഞ്ഞിട്ടില്ല. അഭൗതികം കൂട്ടാതെ വൽക്ക് കഴിച്ചിലാവൂല. അവരെ കീശിന്ന് കൂട്ടാതെ ഏത് ഇബാറത്ത് കൊടുത്താലും കഴിച്ചിലാവൂല. എന്ത് പറയാ, സഹായം യഥാർത്ഥത്തില് ആധ്യാത്മികമായിട്ടുള്ള സഹായമൊക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. അന്നലേക്ക് പറയാ. എന്നാൽ ഇവർക്ക് അഭൗതികം കൂട്ടിയാലേ ഇവർക്ക് രക്ഷപ്പെടുള്ളൂ. അതുപോലെ കീശിന്ന് ഒരു വൈലാവിമാം പറയില്ല, ഒരു തഫ്സീറിലും കാണില്ല. പറയപ്പെട്ടു ഇതാ തഹയ്യറലി അന്നലുഖൂല, കാരണം ബുദ്ധികൾ വായിക്കണം. അള്ളാനെ അറിയുന്നതിൽ പരിഭ്രമിക്കൂ. അപ്പൊ അള്ളാഹു ഇലാഹാണ്. മഅ്ലൂഹ് എന്നുള്ള അർത്ഥം മഅബൂദിന്റെ അതേ അർത്ഥം തന്നെ. മഅ്ലൂഹ് പരിഭ്രമിക്കപ്പെട്ടവൻ. ഔ മിൻ അലിഖ്തു ഇലാ ഫുലാനിൻ. അപ്പൊ ഫീലും ഫായിലും ആക്കിക്കാണ്ട് ഞാൻ സക്കന്തുയിലെങ്കിൽ ഞാൻ അവനിലേക്ക് അടങ്ങി സമാധാനമായി എന്നർത്ഥം. കാരണം ഹൃദയങ്ങൾ അള്ളാഹുവിനെ ദിക്ർ കൊണ്ട് സമാധാനമാകും. വൽ അർവാഹു വൽ അർവാഹ ലഅന്നൽ ഖുലൂബ തത്മഇന്നു ബിദിക്രിഹി വൽ അർവാഹ ആത്മാക്കൾ തസ്കുനു ഇലാ മഅരിഫത്തി, അല്ലാഹുവിനെ അറിയലിലേക്ക് അടങ്ങും. ആത്മാക്കളൊക്കെ യഥാർത്ഥത്തിൽ ശരിക്കുള്ള ആത്മാവ് എന്തും മല അടങ്ങുള്ളൂ, അള്ളാഹുവിനെ അറിയലിലേക്കാണ് അടങ്ങുന്നുള്ളൂ. അല്ലാതൊന്നും ശരീരത്തിന്റെ ഇച്ഛയാണ് മറ്റുള്ളതൊക്കെ. അഹംഭാവവും അവിശ്വാസങ്ങളൊക്കെ ശരീരത്തിന്റെ ഇച്ഛയാണ്. ആത്മാവ് അള്ളാഹുവിനെ അറിയണം എന്നാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത്, അടങ്ങുന്നതും. അവനെ ദിക്ർ ചെയ്യൽ കൊണ്ടാണ്, സ്മരിക്കൽ കൊണ്ടാണ് സമാധാനം കിട്ടുന്നതും അടക്കം കിട്ടുന്നതും. അപ്പൊ എന്താണ് സക്കന്തു ഇലൈഹി, ഞാൻ അവനിലേക്ക് അടങ്ങി. അപ്പം അവിടെ മഅബൂദിന്റെ അർത്ഥമാണ് കേട്ടോ ഇലാഹിന് വരുന്നത്. ഇലാഹ് പറഞ്ഞത് മസ്തറാണ് സംഭവം. അലിഹ എന്ന പദത്തിന്റെ മസ്തറാണ് ഇലാഹ്. പക്ഷെ മഫ്ഊലിന്റെ മഅനാക്കുള്ള മസ്തർ. അപ്പൊ ഖൽഖ് എന്ന് പറഞ്ഞില്ലേ, സൃഷ്ടിക്കൽ എന്നാണ് നേരെ അർത്ഥം. ഉദ്ദേശാർത്ഥം എന്താക്കലിന്റെ മഖ്ലൂഖ്, സൃഷ്ടിക്കപ്പെട്ടത്. മസ്തറിനെ പൊതുവെ ഇസ്മഫൂലിന്റെ മഅനാക്ക് മജാസായിട്ട് ഉപയോഗിക്കാറുണ്ട്. കൈപ്പെട്ടതാണ്. പിന്നെ ഔമിൻ അലിഹ, അല്ലെങ്കിൽ ഒരു അലിഹയിൽ നിന്നുള്ളതാണ്. ഇതാ ഫസിഹ മിൻ അംരി, ഒരു കാര്യത്തിനെ തൊട്ട് പേടിച്ചാൽ, ഏത് കാര്യം, ആ കാര്യം ഇറങ്ങിയാല് അവന്റെ മേലിൽ. മനസ്സിലായ? അപ്പൊ ഇങ്ങോട്ടാ ഇതാ ഫസ, അഭയം തേടി. പേടിച്ചു എന്ന് മാത്രല്ല, പേടിച്ചിട്ട് എന്തായി, രണ്ടും കൂടി ഉള്ളർത്ഥമുണ്ട്. പേടിച്ച് അഭയം തേടി. അപ്പൊ അള്ളാഹു പേടിച്ച് അഭയം തേടപ്പെട്ടവനാണ്. പിന്നെ ഒരു കാര്യത്തെ തൊട്ട് അവൻക്ക് ഇറങ്ങിയതായ ആ കാര്യം ഇറങ്ങി നസറിന്റെ പാലമ്പലേക്ക്. അപ്പൊ പേടിച്ച അഭയം തേടിയാൽ ആലഹ എന്നറിയും, അഭയം കൊടുത്തു എന്നുണ്ട്. പേടിക്കാരന് ആലഹ അഭയം കൊടുത്തു, ഹു അവന് വൈറുഹു മറ്റൊരാള്, അജാറഹു അവൻക്ക് അഭയം നൽകി. അപ്പൊ എത്ര അർത്ഥം പറഞ്ഞു? പരിഭ്രമിച്ചു, അടങ്ങി, അല്ലെങ്കിൽ അഭയം തേടി, അഭയം പ്രാപിച്ചു എന്നുള്ള അർത്ഥം. ഇത് കാരണം
അൽ ആഇദു കാവൽ തേടുന്ന, ഔദൊക്കെ ചെല്ലണ കാവൽ തേടുന്ന ആള് യഫ്സവിലെ അല്ലാഹുലേക്ക് അഭയം തേടും. അവൻ അല്ലാഹു ആണ് അവൻക്ക് അഭയം നൽകുന്നവൻ. ഹഖീഖത്തൻ യഥാർത്ഥത്തിൽ, ഔ ബിസാമിഹി ഇതിൽ ആയിതു കാരണം അഭയം തേടുന്നവൻ യഫ്സൈ ഇലാഹിലേക്ക് അഭയം തേടുന്നു. യഫ്സൗ എന്ന് പറഞ്ഞാല് അവൻ അഭയം തേടും എങ്ങോട്ട്? ഇലാഹിലേക്ക്. ബഹുവ ആ ഇലാഹി യുജീറുഹു അഭയം നൽകുകയും ചെയ്യും. ഏതാ ഇലാഹവട്ടെ ഹഖീഖത്തില് ഔ ബിസാമി അല്ല അവന്റെ വാദപ്രകാരം അവന്റെ ഇലാഹ ആരാണോ അവനിലേക്ക് അവൻ അഭയം തേടും. ഭൗതികവും അഭൗതികത്തിലൂട്ടാ. ഏതും അഭൗതികം നിങ്ങൾ കൊണ്ടുണ്ടാകും. യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികമായ എന്താ പറയുന്നത് ഹഖീഖയായ അഭയത്തേട്ടാണ് ഇവിടുത്തെ ഉദ്ദേശം. മനസ്സിലായ? അന സയ്യിദ ഉൽദി ആദമക്ക് അന ഇലൈഹി ഫിൻ നവാഇബി എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അടുത്ത അർത്ഥം കൊടുത്തത്. അന സയ്യിദ ഉൽദി ആദമക്ക് എന്താ അർത്ഥം കൊടുത്തത്? ഇലൈഹി ഫിൻ നവാഇബി എന്താണ്? പ്രതിസന്ധി ഘട്ടത്തിൽ അഭയം നൽകപ്പെടുന്നവരാണ് നബിതങ്ങള്. വെറും നേതാവ് എന്നല്ല. നബിതങ്ങള് വിഷമഘട്ടം, കാലിന് മുറിവേൽക്കുമ്പോഴും കണ്ണിന് വേദന ആകുമ്പോഴും വെള്ളമില്ലാത്തപ്പോഴൊക്കെ അവിടത്തോടെ അഭയം തേടിയിരുന്നവര്. അപ്പൊ അത് ഇതിനെതിരല്ല. ഒമൻ നസ്റു ഇല്ലാമിൻ എന്തില്ല എന്ന് പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം ഒരു സഹായം അള്ളാഹുവിൽ നിന്നല്ലാതെ കിട്ടൂല എന്നല്ലല്ല എന്നതുപോലെ. മനസ്സിലായോ? എന്നാണ് എന്റെ ചേളാരിത്തെ വാതിന് ആ ചങ്ങായി പറഞ്ഞു. കാര്യത്ത് മൊത്തത്തില് അഭയം തല്ല അള്ളയാണ് എന്ന വചനങ്ങൾ എടുത്ത് കണ്ട് തവക്കുല് അള്ളാഹിന്റെ മേലെ തവക്കുലാക്കൂ എന്ന ആയത്തെടുത്ത് കണ്ട് അതിന്റെ തഫ്സീർ എടുത്ത് കണ്ടാ പറയുന്നത്. അവിടെ എവിടെ അഭൗതികം അതാണ് ഇങ്ങോട്ട് കൊണ്ടന്റ് ചെയ്ത്. അതിലാണെങ്കിൽ സാധാരണ സഹായത്തോട്ട് ചെറുക്കാൻ നിന്നാ പറയട്ടെ. പിന്നെ അല്ലെങ്കിൽ ഔബിസാമിഹി എന്ന് പറഞ്ഞാല് ആ ഇലാഹ് ആരുടെയാണ് ഇലാഹ്? അത് മറ്റു ചില ദൈവങ്ങൾ ആരാധിക്കുന്നവരും പെടുത്താൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞത്? ഔബിസാമിഹി എന്ന് പറഞ്ഞത്. മനസ്സിലായ? ഇത് ഏതൊരു ഇലാഹിലേക്കും അഭയം തേടുന്നു. ഹക്കീക്കത്തില് അവൻ അഭയം നൽകുകയും ചെയ്യുന്നു. ഹക്കീക്കത്തില് അല്ല അവന്റെ വാദപ്രകാരം. പിന്നെ ഔമിൻ അലിഹൽ ഫസീലു കുട്ടി പൂണ്ട് പിടിച്ചു എന്നതിൽ നിന്നുള്ളതാണ്. ഈ മൃഗത്തിന്റെ കുട്ടിക്കാണ് ഫസീൽ എന്ന് പറയല്. ഫസീൽ എന്തായി? പൂണ്ട് പിടിച്ചു. അലിഹൽ ഫസീലു ഇതാ വലിയ കുട്ടി എന്തായാല് ബി ഉമ്മിഹി ഉമ്മയോട് പൂണ്ട് പിടിച്ചാൽ, അല്ലെങ്കിൽ സഹായം സഹായത്തിന് വേണ്ടി വന്നാലെന്നും അർത്ഥം വെക്കാം. വലിയാക്ക് കുട്ടി ഉമ്മയുടെ അരികിലേക്ക് രക്ഷ തേടി വന്നാലെന്നും അർത്ഥം വെക്കാം. വലിയ ബി ഉമ്മഹി എന്ന് പറയും. ഉമ്മയിലേക്ക് തേടി വന്നു, ഉമ്മയിലേക്ക് അഭയമായി വന്നു. പിന്നെ ഇതിൽ ഇബാദു അങ്ങനല്ല, ഇത് എന്നല്ല. കാരണം അടിമകൾ യൂലഊന അവര് പൂണ്ടുപിടിക്കപ്പെടും. യൂലിഊന എന്നാണോ? ഇല്ല, ലാമിന് കസറല്ല അല്ലേ? അങ്ങനെ ആവാന് സാധ്യത. ഇങ്ങനെ ആ പ്രയോഗം ഉണ്ടാന്ന് നോക്കണം. ഏതായിരിക്കട്ടെ, അടിമകൾ പൂണ്ടുപിടിക്കും ബിത്തല്ലറുയിലെ അള്ളാഹുയിലേക്ക് എന്താവൽ കൊണ്ട്? വിനയം കാട്ടൽ കൊണ്ട്. ഷദായിദി ഏത് സമയത്ത്? പ്രയാസ ഘട്ടത്തിൽ. പിന്നെ ഇനി എത്ര പറഞ്ഞു തന്നെ കണ്ടി കഷ്ടം. ഔമ്യം വലിഹ അരിഹ പോയി. എന്തെന്നായി? വലിഹായി. ഇതാ തഹയ്യറ പരിഭ്രമിച്ചിട്ട് ബുദ്ധി ഭ്രമിച്ചാൽ അലിഹ എന്ന് പറഞ്ഞു. നേരത്തെ പരിഭ്രമിച്ചിട്ട് അള്ളാഹുവിനെ അറിയുന്നതിലുള്ള പരിഭ്രമാണ്. ഇവിടെ അതല്ല. പരിഭ്രമിക്കുകയും എന്താവുകയും ചെയ്യുമ്പോഴാണ് വലിഹ എന്ന് പറഞ്ഞത്. ബുദ്ധി പോകണം.
ബുദ്ധിഭ്രമം ഭാവിച്ചാലാണ് വലിഹ എന്ന് പറഞ്ഞത്. വക്കാന അസുലുഹു, ഈ വലിഹന്റെ അടിസ്ഥാന വാക്ക് ആയിരുന്നു എന്തായിരുന്നു? വിലാഹ്. എന്ത്? വിലാഹ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പറയട്ടെ. അപ്പൊ കുലിബത്തിൽ വാവു, വാവിന് മറിക്കപ്പെട്ടു. ആ അതെ, വലിഹ എന്നത് അതിന്റെ മസ്തർ എടുക്കിയ കുട്ടികളെ, വലിഹ അവിടെ വിലാഹ് എന്ന് വരും. വലിഹ വലിഹ യൗലഹു ആണെങ്കിൽ പിന്നെന്ത് വരും? വിലാഹ്. വിലാഹ് പിന്നെ ഇലാഹായതാണ് വാവിനെ മറിച്ച്. അതാ കുലിബത്തിൽ വാവു ഹംസത്തൻ കസ്റ ഭാരമായപ്പോ, എന്തിനുമേലെ ഹംസമല് കസ്റ ഭാര അല്ല വാവുമല് കസ്റ ഭാരമായപ്പോ വിലാഹ് ഉള്ളത് ഹംസാക്കി മറിച്ചു. ഇസ്തിസ്കാല ലമ്മത്തി, ലമ്മ ഭാരമായത് പോലെ. ഇസ്തിസ്കാല പറഞ്ഞാല് ലമ്മ ഭാരമായത് പോലെ. കസ്തിസ്കാലി എന്നർത്ഥം. ആ വുജൂഹില് ലമ്മ ഭാരാണ്. എന്ത്? ലമ്മ ഭാരായതുപോലെ വിലാഹിൽ കസ്റ ഭാരായപ്പോ എന്തായി മാറിയതാണ്? ഇലാഹാക്കി മാറ്റിയതാണ്. ഫഖീൽ, അങ്ങനെ പറയപ്പെട്ടതാണ്. എന്ത് പറയപ്പെട്ടതാണ്? ഇലാഹുൻ, ഇലാഹ് എന്ന്. വുജൂഹിന് വുജൂഹാക്കല്ല. ഏതുപോലെ ഞാൻ ഒന്നുകൂടി പറയട്ടെ. ശരിക്കത് ആണ്. മനസ്സിലായ? വി എന്തായി? ആയി. പിന്നെ പോലെ ഇഷാഹാക്കണ്. അങ്ങനെയൊക്കെ അറബി പ്രയോഗങ്ങളുണ്ട്. പിന്നെ ഇതിനെ റദ്ദ് ചെയ്യും. ബിലാഹാണ് എന്നതിനെ ഗണ്ണിക്കും. അൽ ജമ്മു അലാ ആലിഹത്തിൻ, ജമ്മാക്കണത് വാലിഹത്തല്ലല്ലോ ഉസ്താദേ. കെസറിന്റെ ഭാരം കൊണ്ട് നിങ്ങൾ ബിലാഹിനെ ഇലാഹാക്കിയതാണെങ്കിൽ ജമ്മാക്കുമ്പോ ഞങ്ങളെ വാലിഹത്തെന്ന് പറയണ്ട. അവിടെ കെസറിന്റെ പ്രശ്നമില്ലല്ല. അവിടെ എങ്ങനല്ലേ പറയണത്? ആലിഹത്ത് എന്നല്ലേ പറയണത്. അപ്പൊ മനസ്സിലായില്ല ഇത് ആദ്യ ഹംസള്ളതാണ്. അൽ ജമ്മു അലാ ആലിഹത്തിൻ ദൂന ഔലിഹത്തിൻ. ആലിഹത്ത് എന്നാണ് പറയുന്നത്. എന്തല്ല? അത് ഹംസ. ഹംസ ഫസ്റ്റത്തെ ഹംസ എക്സ്ട്രാ വന്നതാണ്. വിലാഹ് ഫിആല് അഫ്ഇലത്തെ ഹംസ എക്സ്ട്രാ കൊടുക്കണത് നടൂത്തക്ഷരം. മനസ്സിലായ? ഔലിഹത്തല്ല എന്നർത്ഥം. രണ്ടാമത്തെ വാവിനെ മറിച്ച് അലിഫാക്കിയതാണ്. ഫത്തഹിനോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ പോലെ പരിപാടി. അത് പൊളിഞ്ഞില്ലേ? അത് റദ്ദാകണ്ട. പറഞ്ഞതൊക്കെ റദ്ദാവുന്ന നമുക്കും ചിന്തിക്കാം. പറഞ്ഞൊക്കെ അമന്ന സല്ലം. വക്കീല പറയപ്പെട്ട അസ്ലുഹു ലാഹുൻ, ഈ അസ്ല് ലാഹാണ്. ഈ പേർഷ്യ ഈബ്രു ഭാഷയില് ഈ ബൈബിളിലൊക്കെ ലാഹ് ആണ്. ഈ യേശുക്രിസ്തു വില അഭിപ്രായത്തില് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയല്ല, എത്തിയിട്ടൊന്നുമില്ല. കുരിശ് അത് വേറെ മറ്റേ എങ്ങനെ എത്തിയത്? ആരാ? വെറ്റുകൊടുത്താൻ എത്തിയതാ. ഓൻക്ക് അള്ളാഹു താല എന്തിട്ടെടുത്ത്? ഈസാനബിന്റെ സദസ് ഇട്ടെടുത്തപ്പോ ഓനെ പിടിച്ചുകൊണ്ടേ പണി ഓൻ തന്നെ കൊടുത്തതല്ല. ഈസാനബിനെ വല്ല മാറ്റിക്കോ. അപ്പൊ ഇവര് അപ്പൊ ചങ്ങായി വിളിച്ചു പറഞ്ഞ എന്താന്ന് വെച്ചാല് ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്. അപ്പൊ ലേഹ് ഇലേഹ് എന്നൊക്കെ പദം ആ ഈബ്രു ഭാഷയിൽ ഇലാഹ് തന്നെയാണ്, അലാഹ് തന്നെയാണ് പറയാ. അലാഹ് എന്ന് കാണുന്നുണ്ട് ഈബ്രു ഭാഷയിൽ. അവിടെ അല്ലാഹ് അലാഹ് തന്നെ ആയിരിക്കുള്ളൂ. അല്ലാഹു തന്നെ ആയിരിക്കുള്ളൂ.
അവര് പറയുന്നത് എന്തെന്നെ അല്ലാഹുന്നെ അലാഹുന്നെ അലമാണെന്ന് വെച്ചാൽ മതി. അറബി ഭാഷ അതേപോലെ വാക്കൊന്നും കിണിക്കുന്ന പ്രശ്നമില്ല. സെമിറ്റിക് ഭാഷകളൊക്കെ ഒരേ വേടുന്ന കുറെ പേരുകളുണ്ട്. ഇസ്മായിൽ ഏൽ എന്നതും ഒരു ദൈവത്തിന് പറയുന്ന പേരാണെന്ന് അവർ പറയുന്നത്. ഏൽ അതന്നെ ഇലാഹ്. ഒക്കെ ഇലാഹിൽ നിന്ന് വരുന്ന വേടുകളാക്കി വെക്കാം. ഏതായിരിക്കട്ടെ. ഇലാഹ് എന്ന ലാഹുൻ അസ്ലുഹു ലാഹുൻ. മസ്തറു ലാഹ യലീഹു ലയഹൻ. ലാഹ യലീഹു അതിപ്പോ കാണണേ. ലാഹൻ ലയഹൻ എന്നും പറയാം, മസ്തറെ ലാഹ എന്നും പറയാം. എപ്പോഴ് ലാഹുന്നാണ് ഇലാഹിന്റെ അസല്. എന്താണ് മസ്തറു ലാഹ ലാഹുൻ. ഞാൻ അർത്ഥം ഹർക്കത്തൊക്കെ എഴുതി കൊടുക്കട്ടല്ലോ. അസുലുഹു ലാഹുൻ മാത്രമേ. അസുലുഹു ലാഹുൻ മസ്തറു ലാഹ യലീഹു ലയഹൻ വലാഹൻ. പിന്നെ ഇദഹ്തജബ ലാഹുന്ന് ലാഹാന്നുള്ള ഫീലെപ്പോഴല്ലേ ലാഹാന്ന് മറയിട്ടാല് ഉയർന്ന സ്ഥാനത്തെത്തിയിട്ട് മറയിലായാല്. അങ്ങനെ ഉണ്ടല്ലോ രാജാക്കന്മാരൊക്കെ നമ്മൾ കണ്ടിട്ട പണിയല്ലേ. എന്തുകൊണ്ടാ കണ്ടിട്ടാ പണി? ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയിട്ട് മറയിടുന്നത് കൊണ്ട്. ഓലൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കാനേക്കാരും ചിലപ്പോ കാണാൻ പണിയാണ്. അപ്പൊ അള്ളാഹു നമുക്ക് കാണുന്നില്ല, ദൃശ്യമല്ല, സ്ഥാനത്താൽ ഉയർന്നത് കാരണം മറയിട്ടു. لأنه سبحانه تعالى കണ്ണുകൾ എത്തിക്കൊള്ളത്തിട്ട് അള്ളാഹു മറയിട്ടതാണ്. അപ്പൊ ലാഹ എന്ന് പറഞ്ഞ മറയിട്ടവൻ, മറയിടപ്പെട്ടവനാണ്. എല്ലാ വസ്തുവിനെ തൊട്ട് ഉയർന്നവനാണ്. അള്ളാഹു മറയിലുമാണ്, ഉയർന്നവനുമാണ്. അപ്പൊ ലാഹക്ക് രണ്ടർത്ഥം കൂടി കൂട്ടിയൊരു അർത്ഥമുണ്ട്. ലാഹ് എന്ന പദത്തിൽ നിന്നാണ് എന്നതിന് സാക്ഷിയാണ്, ഫായിലാണ് യശ്ഹദുന്റെ ഖൗലു ഷായിരി, കവിയുടെ വാക്ക്. മിൻ അബി റബാഹ് യശ്ഹദു ഹാലഹു ഹൽ കുബാർ എന്ന വാക്ക്. മിൻ അബി റബാഹ്, അബൂ റബാഹിന്റെ വട്ടക്കണ്ണി പോലെ, റൗണ്ട് വട്ടം. യശ്ഹദുഹ അങ്ങനല്ലേ, അതിനെ കേൾക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ പറയാം. ലാഹുൽ കുബാറു, അവന്റെ മറ, അവന്റെ സ്ഥാനം അതിന് സാക്ഷിയാണ്. അബൂ റബാഹിൽ നിന്നുള്ള ഹൽക്കത്ത് പോലെ. പിന്നെ യശ്ഹദുഹ അതിന് സാക്ഷിയാണ്. ലാഹുഹു അൽ കുബാർ, വലിയതായ അവന്റെ സ്ഥാന ഉയർച്ച. ലാഹിന്റെ അർത്ഥം ഇർത്തിഫാ, മനസ്സിലായ? അപ്പൊ ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉയർച്ചക്ക്. അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര അഭിപ്രായില്ലേ? വഖീല പറയപ്പെട്ടു. ആദ്യം പറഞ്ഞ അഭിപ്രായം എന്താ? ആരാധിച്ചു എന്ന അർത്ഥത്തിലുള്ള അലിഹയിൽ നിന്നും പിടിച്ചിട്ട് അങ്ങനെ പിന്നെ ഇലാഹ് ഉണ്ടായി. അങ്ങനെ ആരാധിക്കപ്പെടുന്നവൻ, ഹക്കായി ആരാധിക്കപ്പെടുന്നവന്റെ അലമാക്കി മാറ്റിയതാണ്. പിടിച്ചത് മറ്റൊരു പദത്തിൽ നിന്നാണെങ്കിലോ അതെന്താക്കിയതാണ്? അലമാക്കി മാറ്റിയതാണ് എന്നാ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് അബിദയിൽ നിന്നാണ് ആണോ എന്നുള്ള അതിലുള്ള സംശയങ്ങളാ പറഞ്ഞത്. കീലകളാണ് ആദ്യം മൂപ്പർ അംഗീകരിച്ച അഭിപ്രായം. ഇലാഹിനെ അബിദ എന്ന് ആരാധിച്ചു എന്ന, അപ്പൊ ആരാധ്യനില്ല എന്നർത്ഥം തന്നെയാണ്. അല്ലാതെ പരിഭ്രമിച്ചു മറ്റേ പല അർത്ഥം പറഞ്ഞു. അതൊന്നും എല്ലാക്കെ കീലയാക്കണം. ഇത് കീല, ഇത് കീലാക്കണമെന്ന് എനിക്ക് അഭിപ്രായമായിട്ടുണ്ട്. ഏതായിരിക്കട്ടെ, ഒരു കീല പറയട്ടെ. അള്ളാന്റെ മഖ്സൂസായ ദാത്തിന്റെ അലമാണ്. എന്ത് ഇവിടൊക്കെ അലിഹയിൽ നിന്നാണെന്ന് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഹീബ്രു ഭാഷ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറബി വേടന്നെ ആവണമെന്നൊന്നുമില്ല. ഇലാഹ് അറബിയിലും അത് ഉപയോഗമുണ്ട്, മറ്റു ഭാഷകളിലും അതേ വേർഡ് പണ്ട് ഉപയോഗം ഉണ്ടായാൽ മതിയല്ല. ഇപ്പോഴുണ്ടായില്ല ഒന്നും ഇവിടെ പ്രശ്നമാക്കണ്ട. പണ്ടുണ്ടായാൽ മതിയല്ല. ഉണ്ട് എന്നുള്ളിക്ക് സൂചന നമുക്ക് വരുന്നുണ്ട്. അപ്പുറത്തെ ഇപ്പൊ ബൈബിളാന്ന് പറയപ്പെടുന്ന ആ പുസ്തകത്തിൽ കാണുന്നുണ്ട് ഇതേ വീടുകൾ. പിന്നെ
കീല ഒരു കീല ഉണ്ടാകുന്നറിയാം. ആ വേറൊന്നൊന്നും പിടിച്ചതല്ല. അലമുല്ലിദാത്തിൽ മഖ്സൂസത്തി, അതെന്താണ്? അള്ളാന്റെ മഖ്സൂസായ ദാത്തിന്റെ അലമാണ്. അപ്പൊ എന്താണ്? നേരെ അല്ല, അള്ളാന്റെ പേരങ്ങിട്ടിട്ടതാണ്. അല്ലാന്റെ പേര് എന്തല്ല, ആലിഹയിൽ നിന്നും പിടിച്ചതല്ല, ഇലാഹൊന്നും പിടിച്ചതല്ല. ലഅന്നഹു യൂസഫു, എന്തുകൊണ്ട് അങ്ങനെ നേരെ പേരാണെന്ന് പറയുന്നത്? കാരണം അല്ല എന്ന പദം വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. അതിനെ യൂസഫു ബി, അത് വിശേഷണമായി വരാറില്ല. അലിഹയിൽ നിന്ന് പിടിച്ച ആരാധിക്കപ്പെടുന്നവെന്നുള്ള അർത്ഥമാണെങ്കിൽ വേറെ ഒന്നിന്റെ വിശേഷണമായിട്ട് അത് വരാം. നിൽക്കുന്നവൻ, ഇരിക്കുന്നവൻ എന്നൊക്കെ വിശേഷണമായി വരാം വേറൊരാളെ പേരിന്റെ. നിങ്ങളുടെ വിശേഷണമായിട്ട് നിൽക്കുന്നവൻ, ഇരിക്കുന്നവൻ വിശേഷണം വരാം. അല്ല എന്ന പദം ഒരിക്കലും സിഫത്തായി വന്നിട്ടില്ല, മൗസൂഫായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ അത് അലമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. വലി അന്നഹു, അതാ അന്നഹു ഒരു ഇല്ലത്ത് പറഞ്ഞിട്ടാ, ഒരു തെളിവ് പറഞ്ഞു. വലി അന്നഹു, നിശ്ചയമായും ഈ അല്ലാഹുവിലേക്ക് മടക്കിക്കോ. ലാ ബുദ്ദ ലഹു, അവൻക്ക് കൂടാതെ കഴിയൂല. മിൻ ഇസ്മിൻ, മിൻ ഇസ്മിൻ അല്ലടോ, മിൻ ഇസ്മിൻ, എന്ത് കൂടാതെ കഴിയൂല? അള്ളാഹ്ക്കൊരു നാമം വേണ്ടേ? ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോ നമുക്ക് സിഫത്തായിട്ടാണ് മനസ്സിലാകുന്നത്. ബാക്കിയുള്ള അള്ളാഹ്ക്ക് എത്ര നാമുണ്ടെങ്കിലും 99 ആണെങ്കിൽ അതിന്റെ അപ്പുറത്തും നാമങ്ങളുണ്ട്. അതൊക്കെ എന്തായിട്ടാണ് മനസ്സിലാകുന്നത്? മഷ്കൂറായത് 99 എന്നേ പറയാൻ പറ്റുള്ളൂ, വേറെ നാമില്ല എന്നൊന്നും ആരും മനസ്സിലാക്കണ്ട. അതൊക്കെ സിഫാത്തുകളാണ്. ലാബുദ്ദലഹുമിന്ന് അള്ളാഹ്ക്കൊരു ഇസ്മ കൂടാതെ കഴിയൂല. പിന്നെ തുജറാ അലൈഹി, ആ ഇസ്മിന്റെ മേൽ നടത്തപ്പെടും സിഫാത്തുഹു, അള്ളാഹിന്റെ സിഫാത്തുകളെ. ആ ഇസ്മി ആവാൻ പറ്റൂല മിമ്മ, ഒന്നിൽ നിന്നും ഇത്രപോലെ അള്ളാന്റെ മേലിൽ പറയപ്പെടുന്ന ഒരു ഇസ്മുകളെ കൂട്ടത്തുനിന്ന് വലായസ്ലഹു, അള്ളാന്റെ നേരെ അലമാകാൻ പറ്റൂല സിവാഹു, ഇതല്ലാതെ. അർത്ഥം കിട്ടൂലേ? വലായസ്ലഹു, ആലമാകാൻ, ഇതങ്ങ ഇസ്മാകാൻ, ഇസ്മിൻ തുജറാലി സിഫാത്തു ആവാൻ പറ്റൂല, അള്ളാന്റെ നേരെ നെയ്മാകാൻ പറ്റൂല എന്തല്ലാതെ മിമ്മ, ഒരു ഇസ്മുകളെ കൂട്ടത്തില് ഇത്തലൊക്കെ അള്ളാന്റെ മേലെ പറയാൻ പറ്റുന്ന ഇസ്മുകളെ കൂട്ടത്തില് അള്ളാന്റെ നേരെ പേഴ്സണൽ പേരാകാൻ പറ്റൂല സിവാഹു, അള്ളാഹ് അല്ലാതെ. അപ്പൊ പേഴ്സണൽ പേര് തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാരണം പറയട്ടെ, അത് വിശേഷണമായാൽ ലം യകുൻ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ആകൂല. കാരണം എന്താവും അർത്ഥം? ലാ ഇലാഹ, ആരാധിക്കപ്പെടുന്നവനില്ല, ഇല്ലല്ലാഹ് ആരാധിക്കപ്പെടുന്നവനല്ലാതെ. അപ്പൊ ആരൊക്കെ ആരാധിച്ചോ അവരൊക്കെ അല്ലാതെ ആരാധിക്കപ്പെടുന്നവനില്ലാന്ന് അർത്ഥം വെക്കേണ്ടില്ല. അല്ലാഹ്ക്ക് ആരാധിക്കപ്പെടുന്നവൻ എന്നുള്ള ജിൻസിന്റെ അർത്ഥം വെച്ചാല്, ആരാധിക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞാല് ആരാധിച്ചാലും ഓരൊക്കെ മഹബൂദ് എന്ന് പറയല്ല. അപ്പൊ അങ്ങനെ വരും. അപ്പൊ എന്താ അർത്ഥം? അല്ലാഹ് എന്ന നാമത്തിൽ അറിയപ്പെട്ട ആ പ്രത്യേകമായ പേഴ്സണൽ പേരുള്ളവൻ അല്ലാതെ ആരാധില്ല എന്നർത്ഥം വെക്കണമെങ്കിൽ ആണ്. അതെന്താണ്? അള്ളാഹിന്റെ പേഴ്സണൽ പേര് തന്നെയാണ് വെക്കണോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തൗഹീദിന്റെ കലിമത്തായി മാറൂല. മിസ്ല ലാ ഇലാഹ ഇല്ല റഹ്മാൻ എന്ന് വെച്ചാൽ ഇപ്പൊ എങ്ങനെ ഉണ്ടാവും? അത് തൗഹീദിന്റെ കലിമത്തല്ല. അനുഗ്രഹം ചൊരിയുന്നവനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറഞ്ഞാല് ഇവിടെ ആരെങ്കിലും ഒരാൾക്ക് റഹ്മാൻ എന്ന് പേരിട്ടായാലും പെട്ടൂല, അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്യുന്ന ഏതൊരാളും പെടൂല. പിന്നെ നിശ്ചയമായും ഇങ്ങനെ വസ്ഫാക്കിയാൽ ലാ യംനഉ അശ്ശിർക്കത, എന്തിനെ തടയുന്നില്ല? മറ്റൊരാളും പങ്കാവലിനെ തടയുന്നില്ല. പിന്നെ വല്ലഹറോ, എന്നാൽ അലഹറായ അഭിപ്രായം അന്നഹു വസ്ഫുൻ ഫി അസ്ലിഹി, അല്ലാഹു എന്നത് അസ്ലിൽ അത് വസ്ഫനാണെന്ന് വെക്കുക. മുപ്പര പോക്കതാണ്. ലാക്കിന്നഹു, വസ്ഫാണ് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നു എന്നുള്ളതാണെന്ന് വെച്ചോ. ലാക്കിന്നഹു, എങ്കിലും ആ പദം അന്നഹു അല്ലാഹ് ലമ്മ ഉല്ലിബ അലൈഹി, അതിന്റെ മേൽ മികപ്പിക്കപ്പെട്ടപ്പോൾ, എന്നൊക്കെ അള്ളാഹ്ക്ക് മാത്രമായി പറയുന്ന നിലക്ക് പിന്നീട് അതെന്തായി? ഉപയോഗം മികപ്പിക്കപ്പെട്ടു.
ബിഹൈതു ലാ ഇസ്താമലു ഫീ ഗൈരി മറ്റൊന്നിൽ ഉപയോഗിക്കപ്പെടാത്ത സ്ഥിതിയിൽ വസ്വാറ അതായിലെ അല്ലാഹ്ക്കുള്ള കൽ അലമി അലമന്നായി അലമ് പോലെ അത് ആ മിസ്ല സുറയ്യ ഏതുപോലെ അത്തുറയ്യ പോലെ ആ അത്തുറയ്യ എന്ന് പറഞ്ഞാല് ഏത് നക്ഷത്രത്തിനും പറയാൻ പറ്റുന്ന പേരായിരുന്നു. പിന്നീട് അതെന്തായി പ്രത്യേകമായ ആ നക്ഷത്രത്തിന്റെ പേരാക്കി മാറ്റി. അവിടെ എന്താ എഴുതി കൊടുത്തുക്കണമെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്യട്ടാ. അതാ അതന്നെ പല നക്ഷത്രത്തിനും കൗക്കബുൽ മുസമ്മ ബി ദബിരി സുറയ ഖാത്തിബല്ലഹ പറയുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അതാ പലതിനും പറയാൻ പറ്റും. എന്താ അറിയോ സുറയ്യ എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? പിന്നെ കൂടെ ഒന്നാണ് പിന്നെ ഇനി ഇപ്പൊ തെരഞ്ഞു പിടിച്ചല്ലോ. അടുത്ത ആളും തരാൻ പറ്റില്ല. പിന്നെ പോയാ പിന്നെ അതായത് ഇവിടെ പറയുന്നുണ്ട് ഫക്കാന സുറയ്യ സർവ എന്നതിന്റെ തസ്വീറായിരുന്നു. എന്ത് സർവാൻ സിഫത്ത് മുഷബഹ മിനൽ കസറത്തുൽ അദദ് വർദ്ധനവ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ വർദ്ധിച്ചതെല്ലാ വസ്തുവിനും എന്തെന്ന് പറയാ നക്ഷത്രം എന്നല്ല അല്ലാടാ. എന്തേ വർദ്ധനവുള്ള എല്ലാത്തിനും എന്തെന്ന് പറയാ തസ്വീറാക്കി കാണ്ട് കുഞ്ഞു വർദ്ധനവ് എന്നുള്ള അർത്ഥമാണ് ഇപ്പൊ സുറയ്യ പൈലോസന. അപ്പൊ അതിനൊക്കെ പറയാം. പക്ഷെ പിന്നീട് എന്തായി കാർത്തിക നക്ഷത്രത്തിന്റെ പ്രത്യേക അലമായി മാറി. വർദ്ധനവുള്ള എല്ലാത്തിനും എന്തെന്ന് പറയാ സുറയ്യ എന്ന് പറയാമായിരുന്നു. പിന്നെ നിർത്താനേക്കണം എന്നാ പറഞ്ഞല്ലേ. സുറയ്യ കഴിഞ്ഞിട്ട് ഇനി എന്താ ഉള്ളത്? സാക്ക് എന്ന് പറഞ്ഞാല് ഇടി എന്നാണ് ഇപ്പൊ നേരെ അർത്ഥം. അല്ല എന്റെ ഉപയോഗാർത്ഥം അല്ലേ. സാക്ക് സിഫത്ത് മുഷബ്ബഹ ലിമൻ അസാബത്തു സായിക്ക വഴിയ നാറും തസ്കുത്ത് ആകാശത്തുനിന്ന് വരുന്ന തീയനാണ് സാക്ക് എന്ന് പറയാം. എന്ത് പിന്നീട് പ്രത്യേകമായി ഡിക്റ്റീക്കോ എന്തിനോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആട് വായിച്ചോണ്ട് നിർത്താം നമുക്ക്. ഉജിറയ മജ്റാഹു ചുരുക്കി പറഞ്ഞാൽ അത് മറ്റൊരു സിഫത്തായിരുന്നു. അങ്ങോട്ട് എന്തായതാണ് അലമ് പോലെ ആക്കപ്പെട്ടോ. ഉജിറിയ മജ്റാഹു അങ്ങനെ ആയപ്പോൾ ഉജിരിയ അല്ലെ. അങ്ങനെ ആയപ്പോൾ എന്നല്ല അവിടെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? അതന്നെ ലമ്മ ഉല്ലിബ അലൈഹി അലൈഹിസ്സലാം അങ്ങനെ ആയപ്പോൾ ഉജിരിയ ജവാബാണ്. അതിനെ നടത്തപ്പെട്ടു മജ്റാഹു അലമിന്റെ സ്ഥാനത്ത് ഔസാഫി വസ്ഫുകളൊക്കെ വിശേഷണങ്ങളൊക്കെ നടത്താൻ പറ്റും അല്ലെങ്കിൽ അതിന്റെ മേലിൽ. പിന്നെ അള്ളാഹ് എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റൂല. വാദിമി തത്തറുക്ക് എഹ്തിമാലി സിർക്കത്തിലേക്ക് അതിലേക്ക് എന്ത് ചേരാനും പറ്റൂല. പങ്ക് വേറെ കുറെ ദൈവം എന്ന അർത്ഥത്തിനല്ല എന്നർത്ഥം. മനസ്സിലായ? പങ്ക് ചേരാൻ പറ്റൂല. കുറെ ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്നവർ എന്ന അർത്ഥത്തിനല്ല.
ജന്നദാത്തഹു അള്ളാഹുവിന്റെ ദാത്ത് മിൻ ഹൈത്തുഹു അവനാണെന്ന നിലക്ക് ബിഗൈരി ഇഅ്തിബാരി അംറിൻ ആഖറ വേറൊരു കാര്യവും പരിഗണിക്കാതെ ഹഖീഖിയുൻ അള്ളാഹിന്റെ ദാത്ത് അല്ല മിൻ ഗൈരി ഇഅ്തിബാരി അംറിൻ ആഖറ ഹഖീഖിന ഗൈരിഹി ഹഖീഖിയായതോ അല്ലാത്തതോ ആയ മറ്റൊരു കാര്യവും പരിഗണിക്കാതെ അള്ളാഹിന്റെ ദാത്ത് വൈറുമാക്കുലിൽ ബശരി അതെന്തല്ല മനുഷ്യൻക്ക് അക്കല് ചെയ്യാൻ പറ്റൂല. അപ്പോ പിന്നെ പലായുംകിനയുദ്ധല്ല അലൈഹി ലഫ്ളിൻ അപ്പൊ ഒരു ലഫ്ള് കൊണ്ട് അവനെ കൃത്യമായി അറിയപ്പെടാനും പറ്റൂല. അപ്പൊ എന്താ പലായുംകിനയുദ്ധല്ല അലൈഹി ലഫ്ളിൻ, അതുകൊണ്ട് അള്ളാഹിനെ പറ്റി എന്ത് പറയാൻ പറ്റൂല, ഒരു ലഫ്ള് കൊണ്ട് നേരെ അവനെ എന്താക്കാൻ പറ്റൂല, അറിയിക്കണ പദം പറയാൻ പറ്റൂല. സമയമില്ല, നമുക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് വരട്ടെ, പുനർത്ത്